വളരെയേറെ ദുഃഖത്തോടും സങ്കടത്തോടും വ്യസനത്തോടും കൂടിയാണ് ഈ വാർത്ത സുഭാഷിതം ചാനലിന്റെ പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും അധസ്ഥിത കോടികളുടെയും പട്ടികജാതി പട്ടികവർഗക്കാരുടെയും ദളിതന്മാരുടെയും ആദിവാസികളുടെയും മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദമായിരുന്ന VS അച്യുതാനന്ദൻ, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ, PS എന്ന ചുരുക്കൽ പേരിലറിയുന്ന വിപ്ലവകാരി ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിന്റെ ചരമവാർത്ത അതീവ ദുഃഖത്തോടു കൂടിയാണ് ഞങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കഴിഞ്ഞ 102 വർഷക്കാലത്തെ കേരള സമൂഹത്തിൽ, ലോക മലയാളിക്ക് മുന്നിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അതുപോലെ പൊതുസമൂഹത്തിനും ചെയ്ത സേവനങ്ങളെയും പോരാട്ടങ്ങളെയും സമരവീര്യങ്ങളെയും കുറിച്ചുള്ള കുറിപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ മനസ്സിലുള്ളത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ദേഹവിയോഗം അറിയിക്കുന്നതോടൊപ്പം ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ സൂര്യ തേജസ്, വിപ്ലവ ആചാര്യൻ, തൊടുന്നതിലെല്ലാം കാർക്കശ്യം. തയ്യൽ ജോലിയിൽ തുടങ്ങി ഒരു തയ്യൽക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അളവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ തയ്യൽ ജോലി പൂർത്തിയാക്കുകയുള്ളൂ. അങ്ങനെ വളരെ കൃത്യമായ അളവിൽ എടുക്കുന്നതിൽ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി, ആശയത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി വലിയ കാർക്കശ്യമെടുത്തിട്ടുള്ള വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ജനിച്ചു. വളരെ വളരെ സാധുവായ ഒരു കുടുംബത്തിലെ അംഗമായി ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി VS അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ഭൂജാതനായി. 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അച്ഛൻ്റെ സഹോദരിയാണ് VS അച്യുതാനന്ദനെ വളർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നും വലിയ സംഘർഷവും ആത്മസംഘർഷവും നിറഞ്ഞതായിരുന്നു. ജൗളിക്കടയിലെ ജോലി പോലെ തന്നെ അദ്ദേഹം കയർ ഫാക്ടറിയിലും ജോലി ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം നിവർത്തന പ്രക്ഷോഭത്തിൽ ആകൃഷ്ടനാകുന്നത്. 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമാകുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആയിരുന്നു P. കൃഷ്ണപിള്ള. ആ P. കൃഷ്ണപിള്ളയാണ് VS അച്യുതാനന്ദനിലെ രാഷ്ട്രീയ നേതാവിനെ കണ്ടെത്തിയത്. അതിനുശേഷം വളരെ വലിയ തോതിൽ നാളിതുവരെ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും VS അച്യുതാനന്ദൻ എന്ന വ്യക്തി VS എന്ന പേരിൽ തിളങ്ങുകയായിരുന്നു. കണ്ണേ കരളെ VS എന്ന് ജനങ്ങൾ ആർത്ത് വിളിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിലെ EMSന് ശേഷം ജനങ്ങളാകെ ഹൃദയത്തിലേറ്റിയ ഏക നേതാവെന്ന് പറയാൻ കഴിയുന്നത് VS അച്യുതാനന്ദനാണ്. 1938 സ്റ്റേറ്റ് കോൺഗ്രസിലെ അംഗത്വത്തിന് ശേഷം 1940 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ വളരെ രസകരവും സംഘർഷഭരിതവുമൊക്കെ ആയിട്ടുള്ളൊരു ജീവിതമാണ്. 1952 ആലപ്പുഴയിലെ ജില്ലാ ഡിവിഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1954 സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്നു. 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി വരുന്നു. 1959 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാകുന്നു. 1964 7 പേർ ഇറങ്ങി വന്നുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്, അതായത് CPM എന്ന പാർട്ടി ഉണ്ടാകുന്നു. അന്ന് AKG സുന്ദരയ്യ, EMS നമ്പൂതിരിപ്പാട് തുടങ്ങിയ 7ഓളം പേരോടൊപ്പം ഇറങ്ങി വന്നതിൽ ഇപ്പോഴേറ്റവും അവസാനത്തെ കണ്ണിയാണ് VS അച്യുതാനന്ദൻ. 1964 CPM CPI പിളർപ്പിന് ശേഷം 64 മുതൽ 70 വരെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. 80 മുതൽ 91 വരെ 3 തവണ CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറിയായി. 1986 മുതൽ 2009 വരെ 23 വർഷം CPM പോലുള്ളൊരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. 1998 മുതൽ 2001 വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്നു. 1992 96 2001 2006 2011 2016 അടക്കം 7 തവണ MLA ആയിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, നിരവധി സമരങ്ങളുടെ നായകനായിരുന്നു. 1964 മുതൽ 2015 വരെ സെൻട്രൽ കമ്മിറ്റി അംഗമായിരുന്നു. 11ാം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും 12ാം നിയമസഭയിലെ മുഖ്യമന്ത്രിയുമായിരുന്നു. CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. 2015 ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്നും CPMനകത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം വലിയ ആദർശത്തിന്റെ അപ്പോസ്തലനായി അറിയപ്പെട്ടിരുന്നത് VS അച്യുതാനന്ദനായിരുന്നു. DYFIയും SFIയും അടക്കമുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകളിലെ നേതാക്കൾ ഒന്നടങ്കം തന്നെ VSന്റെ ആദർശ രാഷ്ട്രീയത്തിൽ ആകർഷകരായി CPMൽ എത്തിച്ചേർന്നവരാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള അതീവ ഗൗരവതരമായ പാരിസ്ഥിതിക സമരങ്ങളാകട്ടെ, ദളിത്, ആദിവാസി, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളുടെ സമരങ്ങളാകട്ടെ,
അത് മതികെട്ടാൻ ഭൂമി കയ്യേറ്റമായാലും പ്ലാച്ചിമടയിലെ കൊക്കോക്കോളയുടെ കുടിവെള്ള ചൂഷണത്തിനെതിരെയുള്ള മൈലമ്മ നയിച്ച സമരമായാലും മറയൂർ ചന്ദനക്കൊള്ളയായാലും അതുപോലെ തന്നെ ആലപ്പുഴ പ്രദേശത്തെ നെൽവയൽ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി വാഴ കൃഷിയടക്കം ഉള്ളവ വെട്ടിനിരത്തൽ നടത്തിയ വിഷയമായാലും സ്ഥിതി വളരെ വലിയ തോതിൽ മണ്ണിനും വെള്ളത്തിനും പരിസ്ഥിതിക്കും പ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും വേണ്ടിയൊക്കെ ജീവിതാന്ത്യം വരെ പോരാടിയ വ്യക്തിത്വമായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ പേരിൽ വെട്ടിനിരത്തൽ എന്നൊരു പേര് പോലും, വെട്ടിനിരത്തലുകാരൻ എന്നൊരു പേര് പോലും കേട്ടപ്പോഴും, ആക്ഷേപം കേട്ടപ്പോഴും കർഷകർക്ക് വേണ്ടി വർത്തമാനം പറയുന്നതിനും കർഷക ജനതയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിലും അദ്ദേഹത്തിന് യാതൊരു മാനസിക സംഘർഷവും ഉണ്ടായിരുന്നില്ല. ജന്മിത്വത്തിനും രാജവാഴ്ചയ്ക്കെതിരെ പോരാടി പുന്നപ്ര വയലാർ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം നിരവധി തവണ ഒളിവിൽ പോയിട്ടുണ്ട്. രാജവാഴ്ചയുടെ കാലഘട്ടത്തിൽ പൂഞ്ഞാറിലും കോട്ടയത്തുമൊക്കെ ഒളിവിൽ കഴിഞ്ഞു. 4 വർഷക്കാലം ജയിൽവാസം അനുവദിച്ചു. അങ്ങനെ നിരവധി പോരാട്ടങ്ങളിലൂടെ എന്നും തുടക്കം മുതൽ വളരെ വലിയ പോരാട്ട നായകനായിട്ടാണ് VSനെ അറിയപ്പെടുന്നത്. ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായിരുന്നു VS അച്യുതാനന്ദൻ. 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള, ജൗളിക്കടയിലും കയർ ഫാക്ടറിയിലുമൊക്കെ നിന്ന് ജീവിതാനുഭവമുള്ള, സമരതീച്ചൂളകളിൽ കൂടെ മാത്രം വളർന്നു വന്ന പുന്നപ്രയുടെയും വയലാറിന്റെയും ദത്തുപുത്രനായിട്ടുള്ള, അല്ലെങ്കിൽ പുന്നപ്രയുടെയും വയലാറിന്റെയും സ്വന്തം പുത്രനായിട്ടുള്ള VS അച്യുതാനന്ദൻ. VS എന്ന 2 അക്ഷരം കേരളത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. VSന് പകരം വെക്കാൻ VS മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ആദർശ രാഷ്ട്രീയം VSന്റെ കാലത്തോടുകൂടി അവസാനിക്കുന്നു എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയോ അത്ഭുതമോ ഇല്ല. കോർപ്പറേറ്റ് വാഴ്ചയുടെയും ഏകാധിപത്യത്തിന്റെയും പുതിയ ലോകത്ത് VS അച്യുതാനന്ദനെ പോലെയുള്ള ആദർശ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളവരുടെ വേർപാട്, അല്ലെങ്കിൽ അവരെ പോലുള്ളവരുടെ ജീവിതം അവസാനിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു യുഗം ആരംഭിക്കുന്നതിന്റെ തുടക്കമാണ്. എന്തായാലും കേരളത്തിൽ 1923 മുതൽ 2025 വരെ എന്ന് പറയുമ്പോൾ ഏകദേശം 102 വർഷം കേരളത്തിന്റെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, പാരിസ്ഥിതിക നഭോമണ്ഡലങ്ങളിൽ തിളങ്ങി നിന്ന വ്യക്തിത്വം എന്ന നിലയിൽ എല്ലാവരുടെയും ആദരവ് പിടിച്ചുപറ്റുമ്പോൾ എതിരാളികൾക്കും സ്വന്തക്കാർക്കുമെല്ലാം കർക്കശ്യക്കാരനായ രാഷ്ട്രീയ നേതാവ്, വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകൾ, എന്തിനോടും സമരം ചെയ്യുന്ന പ്രകൃതക്കാരൻ, വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലുമെല്ലാം ഒരു കർക്കശ്യക്കാരന്റെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ ചിലരെങ്കിലും രാഷ്ട്രീയക്കാരൻ എന്ന് വിളിച്ചിരുന്ന, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കർക്കശ്യക്കാരനായ കമ്മ്യൂണിസ്റ്റ് പോരാളി. ഇത്തരം പോരാട്ടങ്ങളിലൂടെയാണ് കേരളത്തിൽ കഴിഞ്ഞ 100 വർഷക്കാലം കൊണ്ടുണ്ടായ എല്ലാ സാമൂഹ്യ പരിവർത്തനങ്ങളുടെയും മാറ്റങ്ങളുടെയും പിന്നാമ്പുറത്തോ മുന്നണിയിലോ പിന്നണിയിലോ എവിടെയെങ്കിലും VS എന്ന 2 അക്ഷരം ഉണ്ടായിരുന്നു. എന്തായാലും കാലം കാത്തുവച്ച ഒരു അമൃതാണെന്നോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ജീവനാണ് തേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വ്യക്തിത്വം ഇന്ന് വേറിട്ട് നിൽക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് സമവാക്യങ്ങൾക്കപ്പുറം എന്നും കലഹക്കാരനായും കാർക്കശ്യക്കാരനായും കടുത്ത നിലപാടുകാരനായും ആദർശ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലനായും അറിയപ്പെടുന്ന വേറിട്ട വ്യക്തിത്വം തന്നെയായിരുന്നു VS അച്യുതാനന്ദൻ എന്ന VS.